ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ ഓർഗാനിക് കെമിസ്ട്രി നമ്മളിന്ന് ആരംഭിക്കുകയാണ്. ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒരു ചെറിയ പോർഷൻ ഞാനിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒത്തിരി കുട്ടികൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഡൗട്ടുകളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒരു പോർഷനാണെന്ന് തുടങ്ങാൻ പോകുന്നത്. ഓർഗാനിക് കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനായ ഐസോമെറിസം എന്ന് പറയുന്ന പോർഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുക. ഓർഗാനിക് കെമിസ്ട്രിയിൽ നോമൻക്ലേച്ചർ ഒക്കെ ഉണ്ട്. അപ്പോൾ നോമൻക്ലേച്ചർ നമ്മൾ 10ാം ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അത് +1 +2ലേക്കൊക്കെ നോമൻക്ലേച്ചർ നീണ്ടുപോകുന്ന ഒരു വലിയൊരു ഭാഗമാണ്. അപ്പോൾ അത് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോർഷനാണ് ഈ ഐസോമെറിസം എന്ന് പറയുന്നത്. ഐസോമെറിസവും 10ാം ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. 10ാം ക്ലാസ്സിലെ പോർഷന് ശേഷം അല്പം കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ +1 കെമിസ്ട്രിയിൽ ഡിസ്കസ് ചെയ്യും. +2ലും ഐസോമെറിസത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇനി ഓർഗാനിക് കെമിസ്ട്രിയിൽ ഐസോമെറിസം പോലെ തന്നെ കോർഡിനേറ്റഡ് കോമ്പൗണ്ട്സ് നമ്മൾ +2ൽ വരുമ്പോൾ അതിനകത്തും ഐസോമെറിസം എന്ന് പറയുന്ന പോർഷനുണ്ട്. അപ്പോൾ എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഐസോമെറിസം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വളരെ സിമ്പിളായിട്ടുള്ള ഐസോമെറിസത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ലെവൽ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമുക്കപ്പോൾ ഐസോമെറിസം എന്ന് പറയുന്ന പോർഷനിലേക്ക് പോകാം. ഐസോമെറിസം. അപ്പോൾ ഐസോമെറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഐസോമെറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫിനോമിനൻ. അതൊരു പ്രതിഭാസമാണ്. ഓർഗാനിക് കോമ്പൗണ്ടുകൾ പറയുമ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഡെഫിനിഷൻ പറയാം. അപ്പോൾ എന്തായാലും ഐസോമെറിസം കമ്പയർ ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ തമ്മിൽ മാത്രമേ നമുക്കത് കമ്പയർ ചെയ്ത് പറയാൻ പറ്റൂ. ഇതൊരു പ്രോപ്പർട്ടിയാണ്. അങ്ങനെ ഒരു കോമ്പൗണ്ട് മാത്രം വെച്ചിട്ടല്ല ഐസോമെറിസം പറയുക. ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട്സ്, മിനിമം 2 കോമ്പൗണ്ടെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവർ തമ്മിൽ ഐസോമെറിസം കാണിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഐസോമെറിസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കോമ്പൗണ്ട്സുകൾ തമ്മിൽ അതിൻ്റെ മോളിക്കുലാർ ഫോർമുല എങ്ങനെയാണ് എഴുതുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൻ്റെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കുകയും അതിൻ്റെ പ്രോപ്പർട്ടി, അതേപോലെ തന്നെ സ്ട്രക്ചറൽ ഫോർമുല, അതിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ഇതെല്ലാം ഡിഫറൻ്റ് ആയിരിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം. മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കുകയും പ്രോപ്പർട്ടീസും സ്ട്രക്ചറൽ ഫോർമുലയും സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റും ഡിഫറൻ്റ് ആയിരിക്കുകയും ചെയ്യുന്ന ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് ഐസോമെറിസം. അങ്ങനെ കാണിക്കുന്ന കോമ്പൗണ്ട്സിനെ പറയുന്ന പേരാണ് ഐസോമേഴ്സ് അല്ലെങ്കിൽ ഐസോമെറിക് കോമ്പൗണ്ട്സ് എന്നൊക്കെ പറയും. സെയിം മോളിക്കുലാർ ഫോർമുല ആൻഡ് ഡിഫറൻറ്റ് സ്ട്രക്ചറൽ ഫോർമുല, പ്രോപ്പർട്ടീസ്, സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് എറ്റ്സെട്ര, സെയിം മോളിക്കുലാർ ഫോർമുല. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഐസോമെറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോമ്പൗണ്ട്സിൽ സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കും. മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും. ഡിഫറൻറ്റ് സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ആണ് ഉദ്ദേശിക്കുന്ന സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജോമെട്രി, അതിൻ്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഇതെല്ലാം സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സിൽ വരും. ഓപ്റ്റിക്കൽ പ്രോപ്പർട്ടിയും നമ്മുടെ ജോമെട്രിയെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ +1 +2 ക്ലാസ്സുകളിലൊക്കെയാണ്. 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സ്ട്രക്ചറൽ ഐസോമെറിസം മാത്രമേ പഠിക്കൂ. സ്ട്രക്ചറൽ ഡിഫറൻസ്, അതിൻ്റെ സ്ട്രക്ചറൽ വരുന്ന വ്യത്യാസങ്ങൾ എങ്ങനെയൊക്കെയാണ്, സെയിം മോളിക്കുലാർ ഫോർമുല ആയിരുന്നിട്ടും സ്ട്രക്ചറിൽ എങ്ങനെ വ്യത്യാസം വരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ SSLC ക്ലാസ്സുകളിലേക്ക് ഡിസ്കസ് ചെയ്യുന്നത്. +1 +2 ഒക്കെ ആകുമ്പോൾ ഇതോടൊപ്പം തന്നെ അവിടെയും നമ്മൾ സ്ട്രക്ചറൽ ഡിഫറൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ സ്പേഷ്യൽ അറേഞ്ച്മെന്റിൽ എന്തൊക്കെ വ്യത്യാസം വരും. സ്പേഷ്യൽ അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ജോമെട്രിയിലും ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയിലും ഉണ്ടാകുന്ന വ്യത്യാസമാണ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളിലും ഡിഫറൻ്റ് ആയിരിക്കുകയും എന്നാൽ അതേ കോമ്പൗണ്ടുകളുടെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത്തരം കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഐസോമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ ഇതാണ്. ഇനി നമ്മൾ ഓരോ ഡിഫറൻസിനെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ അതിൻ്റെ എക്സാമ്പിൾ എഴുതി പഠിക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതാണ് ഐസോമർ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത്രയേ ഉള്ളൂ ഐസോമെറിസം. സത്യത്തിലെ ഈ ഒരു ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന പോർഷൻ പല കുട്ടികൾക്കും പാടായിട്ട് തോന്നുന്ന ഒരു പോർഷനാണ്. ഇനോർഗാനിക് ഫിസിക്കലും ഒക്കെ അല്പം കൂടി എളുപ്പമായിട്ട് തോന്നുകയും, ഓർഗാനിക് എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചില കുട്ടികൾക്ക് ഓർഗാനിക് കെമിസ്ട്രി വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയും ചെയ്യും. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രി മനസ്സിലാക്കി പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ എളുപ്പമായിട്ടുള്ള പോർഷനാണ്. അപ്പോൾ ഈ ഐസോമെറിസവും നമുക്ക് അതുപോലെ തന്നെ മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ ഐസോമെറിസത്തിന്റെ ഡെഫിനിഷൻ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി ഐസോമെറിസത്തിന്റെ ക്ലാസിഫിക്കേഷൻസ്. അപ്പോൾ ഈ പറഞ്ഞതനുസരിച്ച് തന്നെ, ഈ ഡെഫിനിഷനിൽ പറഞ്ഞതനുസരിച്ച് തന്നെ നമ്മൾ അതിൻ്റെ ക്ലാസിഫിക്കേഷനിലോട്ട് പോവുകയാണ്.
അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഐസോമറിസം ഉണ്ട് അതിനെക്കുറിച്ചാണ് നമ്മളിനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ എക്സാമ്പിളൂടെ എഴുതി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അതിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്ത ഐസോമറിസം എന്ന് പറയുന്ന പ്രോപ്പർട്ടി രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് സ്ട്രക്ചറൽ ഐസോമറിസവും രണ്ടാമത്തത് സ്റ്റീരിയോ ഐസോമറിസവും. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഐസോമറിസം ആണുള്ളത്. ഒന്ന് സ്ട്രക്ചറൽ ഐസോമറിസം, മറ്റൊന്ന് സ്റ്റീരിയോ ഐസോമറിസം. അപ്പോൾ സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എഴുതുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറൽ, അതായത് ഓപ്പൺ ചെയിൻ സ്ട്രക്ചറിൽ വരുന്ന വേരിയേഷൻസ്. ഇപ്പോൾ സ്ട്രക്ചർ എഴുതുമ്പോൾ നിങ്ങൾക്കറിയാം, അത് സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് എഴുതാം, വേണമെങ്കിൽ നമുക്കതിനെ ബ്രാഞ്ച് ആയിട്ട് എഴുതാം, അതിൽ തന്നെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഉൾപ്പെടും. ഇപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിൽ വേരിയേഷൻ വരും. അപ്പം അങ്ങനെ പല രീതിയിൽ സ്ട്രക്ചറൽ വേരിയേഷൻ വന്നാലും അതിൻ്റെ മോളിക്കുലാർ ഫോർമുല, രണ്ട് കോമ്പൗണ്ടുകൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും. ഇപ്പോൾ രണ്ട് കോമ്പൗണ്ട് എടുക്കുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറൽ വ്യത്യാസം വരാം. ബ്രാഞ്ച് ആയിരിക്കും, ഒന്നിൽ സ്ട്രെയിറ്റ് ചെയിൻ ആയിരിക്കും, ചിലപ്പോൾ ഒന്നിൽ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസമായിരിക്കും, അടുത്ത കോമ്പൗണ്ടിൽ വേറെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും. സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിൽ അതിൻ്റെ പൊസിഷനിൽ വ്യത്യാസം കാണും. അങ്ങനെയൊക്കെ വന്നാലും അവസാനം അതിൻ്റെ മോളിക്കുലാർ ഫോർമുല എഴുതുമ്പോൾ സെയിം ആയിരുന്നാൽ അത് ഐസോമറിസമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കോമ്പൗണ്ട്സുകളാണ് സ്ട്രക്ചറൽ ഐസോമറിസത്തിൽ വരിക. അങ്ങനെ ഏതൊക്കെ രീതിയിൽ വ്യത്യാസം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരുപാട് വേരിയേഷൻസ് പറഞ്ഞു. ഒന്നാമത്തത് ചെയിനിൽ വ്യത്യാസം വരാം, അതിനെ നമ്മൾ പറയുന്ന സ്ട്രക്ചറൽ ഐസോമറിസത്തിന് താഴെ ചെയിൻ ഐസോമറിസം എന്ന് പറയും. രണ്ടാമത് പൊസിഷനിൽ വ്യത്യാസം വരാം. പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഉദ്ദേശിക്കുന്നത്, ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ വ്യത്യാസം വരാം, അതിനെ പൊസിഷൻ ഐസോമർ എന്ന് പറയും. മൂന്നാമത്തത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം എന്ന് പറഞ്ഞാൽ രണ്ട് ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകളായിരിക്കും, പക്ഷേ സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും. അതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം എന്ന് പറയും. ലാസ്റ്റ് വൺ മെറ്റാമെറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ അതിനുള്ളിൽ തന്നെ വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പുകളുണ്ട്, അവരുടെ പൊസിഷൻ വേരിയേഷൻ വരുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുക, മെറ്റാമെറിസം എന്ന് പറയുന്ന ലാസ്റ്റ് ഐസോമറിസം പറയുക. അപ്പോൾ ഈ പറയുന്ന 4 കാറ്റഗറിയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പൊ ഈ 4 കാറ്റഗറിയും ഏതിനുള്ളിൽ വരുന്നതാണ്? സ്ട്രക്ചറൽ ഐസോമറിസത്തിനകത്ത് വരുന്നതാണ്. ഏതൊക്കെയാണ് സ്ട്രക്ചറൽ ഐസോമറിസത്തിനകത്ത് വരിക? ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം, മെറ്റാമെറിസം. ഇതിൽ നമ്മൾ ഈ പഠിക്കുന്ന 3 സ്ട്രക്ചറൽ ഐസോമറിസം നമ്മുടെ SSLC ടോപ്പിക്കിനകത്ത് ഉള്ളതാണ്, പോർഷനകത്തുണ്ട്. അവസാനം പഠിക്കുന്ന ഈ മെറ്റാമെറിസം എന്ന് പറയുന്നത് നമ്മൾ +1 ഡിസ്കസ് ചെയ്യുക, 10ാം ക്ലാസ്സിൽ ഇല്ല. എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക, SSLC കുട്ടികൾ അറിഞ്ഞിരിക്കുക, +1 അത് പഠിക്കാനുണ്ട്. അപ്പോൾ +1 കുട്ടികളാണെങ്കിൽ അവർക്ക് ഇത് വേണം, ഓർത്തിരിക്കുക. അപ്പോൾ 4 പ്രധാനപ്പെട്ട ഐസോമറിസങ്ങൾ സ്ട്രക്ചറൽ ഐസോമറിസത്തിനകത്ത് വരെ ചെയിൻ, പൊസിഷൻ, ഫങ്ഷണൽ ഗ്രൂപ്പ്, പിന്നെ അതുപോലെ തന്നെ മെറ്റാമെറിസം. ഇനി സ്റ്റീരിയോ ഐസോമറിസം നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, സ്റ്റീരിയോ ഐസോമറിസത്തിനകത്ത് സ്റ്റീരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറയാം? സ്റ്റീരിയോ ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ആണ്. ഇപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് നമ്മളിങ്ങനെ വെറുതെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ എഴുതുമ്പോൾ തന്നെ അതിനകത്ത് കാർബണും ഹൈഡ്രജനും തമ്മിൽ വീണ്ടും ബോണ്ട് ഉണ്ടല്ലേ. ഇപ്പോൾ CH3 എന്ന് എഴുതുമ്പോൾ തന്നെ കാർബണിന് ചുറ്റും ഹൈഡ്രജൻ പല പൊസിഷനിലായിട്ടായിരിക്കും സ്പേസിൽ അറേഞ്ച് ചെയ്തിരിക്കുക. അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന കാർബൺ ബോണ്ട് വരും, അതിൽ ഫ്രീ റൊട്ടേഷൻ വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ സ്പേസിൽ തന്നെ സ്പേഷ്യൽ അറേഞ്ച്മെന്റിൽ ഇതിൽ വേരിയേഷൻ വരാം. അങ്ങനെ വേരിയേഷൻ വരുന്ന 2 കോമ്പൗണ്ടുകളുടെ മോളിക്കുലാർ ഫോർമുല സെയിം ആണെങ്കിൽ അവർ സ്റ്റീരിയോ ഐസോമറുകളാണ്. അവിടെയാണ് നമ്മൾ സ്റ്റീരിയോ ഐസോമറിസം ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അത് നിങ്ങൾ മെയിനായിട്ട് +1 +2 സ്റ്റീരിയോ ഐസോമറിസം പഠിക്കുന്നത്. സ്റ്റീരിയോ ഐസോമറിസത്തിനകത്ത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ജോമെട്രിക്കൽ ഐസോമറിസം. ജോമെട്രിക്കലാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ സ്പേസിൽ വരുന്ന റൊട്ടേഷൻ അനുസരിച്ച് വേരിയേഷൻ വരിക. രണ്ടാമത്തത് ഒപ്റ്റിക്കൽ ഐസോമറിസം. ഒപ്റ്റിക്കൽ മീൻസ് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ലൈറ്റിൽ നമ്മൾ ഫോം ചെയ്യുന്ന മിറർ ഇമേജ് എന്ന് പറയും. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോമ്പിനേഷൻ. നമ്മളിപ്പോൾ മിററിൽ നോക്കിയാൽ നമ്മൾ റൈറ്റ് ഹാൻഡ് ഉയർത്തുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് അല്ലേ അതിലപ്പാവുന്ന തോന്നുന്നത്. അപ്പോൾ അതുപോലുള്ള ഒരു വേരിയേഷൻ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കോംബോ. അപ്പോൾ റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോഴും ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോഴും ഉണ്ടാവുന്ന വേരിയേഷൻ. അപ്പോൾ ആ കോമ്പൗണ്ടുകൾ വേരിയേഷൻ കാണിക്കുമെങ്കിലും സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കും. അങ്ങനെ ഉണ്ടാവുന്നതാണ് ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന് പറയുന്നത്. അത് രണ്ടും, ഈ ജോമെട്രിക്കലും ഒപ്റ്റിക്കലും, ഇത് രണ്ടും സ്റ്റീരിയോ ഐസോമറിസത്തിനകത്താണ് വരിക. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഐസോമറിസത്തിന്റെ ഡിഫറെന്റ് ടൈപ്സ്. അപ്പൊ ഇതിലെല്ലാം ആധികാരികമായിട്ടുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. 2 കോമ്പൗണ്ടെങ്കിലും മിനിമം തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് ഐസോമറിസം പറയുക. ആ 2 കോമ്പൗണ്ടുകളുടെയും ഈ പറയുന്ന ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വ്യത്യാസമായിരിക്കും.
വ്യത്യാസമായിരിക്കും. അതിൻ്റെ പേര് മാറും, അതിൻ്റെ പ്രോപ്പർട്ടി എല്ലാം മാറും, അതിൻ്റെ സ്ട്രക്ചറൽ അറേഞ്ച്മെന്റ് മാറും, എല്ലാം മാറും. പക്ഷേ ആധികാരികമായിട്ട് അറിയേണ്ട അവരുടെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ സ്ട്രക്ചറൽ ഐസോമർസം ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാം. സ്ട്രക്ചറൽ ഐസോമർസത്തിനകത്തുള്ള 4 ഐസോമർസവും ഞാൻ എഴുതി അതിൻ്റെ എക്സാമ്പിൾ എഴുതി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അല്പം കൂടെ ലേശം കൂടെ ഈസി ആയിട്ട് അത് പിടിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൻ്റെ ആധികാരികമായിട്ടുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് സ്ട്രക്ചറൽ ഐസോമർസത്തിനകത്തുള്ള ചെയിൻ, പൊസിഷൻ, ഫങ്ഷണൽ ഗ്രൂപ്പ്, മെറ്റാമർസ്, ഇത് 4 നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. അതിലേക്ക് നമുക്ക് പോകാം. ഐസോമർസത്തിന്റെ സ്ട്രക്ചറൽ ഐസോമർസസിൽ ആദ്യ ക്ലാസിഫിക്കേഷനായ ചെയിൻ ഐസോമർസമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ചെയിൻ ഐസോമർസം എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ ഉള്ളതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓപ്പൺ ചെയിൻ എഴുതുമ്പോൾ ആ ചെയിനിൽ 2 കോമ്പൗണ്ടുകൾ എന്തെങ്കിലും ഡിഫറൻസ് ചെയിനിലുണ്ടാവും. 2 കോമ്പൗണ്ടുകളുടെ ചെയിനിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവും. ഒന്നുകിൽ ഒരു കോമ്പൗണ്ട് സ്ട്രെയിറ്റ് ചെയിൻ മാത്രമായിരിക്കും, അടുത്ത കോമ്പൗണ്ടിൽ ബ്രാഞ്ച് കൂടെ കാണും. പക്ഷേ അവരുടെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും. അതാണ് ചെയിൻ ഐസോമർസം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതാം. പെൻറ്റെയിൻ എഴുതാം. പെൻറ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, പെന്റ് എന്ന് പറഞ്ഞാൽ 5 കാർബൺ ആണ്. 5 കാർബൺ വരുന്നതാണ്. ANE വരുന്നത് കൊണ്ട് സിംഗിൾ ബോണ്ടഡ് ആയിരിക്കും. അതെല്ലാം നോമൻ ക്ലേച്ചറിലാണ് വ്യക്തമായിട്ട് നിങ്ങൾ അറിയുക. നിങ്ങൾക്കറിയാം, കുട്ടികൾക്കെല്ലാം അറിയാം. 10ലെ +1 +2 പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും. ഇപ്പോൾ പെൻറ്റെയിൻ ആണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. 5 കാർബണുള്ള. അപ്പോൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ കാർബണിന് 4 വാലൻസിയാണുള്ള. അതിൽ 3 വാലൻസിയിൽ ഹൈഡ്രജൻ കയറും, CH3 സിംഗിൾ ബോണ്ട്. പിന്നെ അടുത്ത് CH2. ഇവിടെ CH2 വരാൻ കാരണം കാർബണിന് 4 വാലൻസിയിൽ 2 ബോണ്ട് നെയ്ബറിംഗ് കാർബണിലേക്ക് പോകും. ബാക്കി 2 വാലൻസ് മാത്രമേ ഫ്രീ ആയിരിക്കുകയുള്ളൂ. അവിടേക്ക് 2 ഹൈഡ്രജൻ കയറും. അങ്ങനെ ഇവിടെ CH2 വരും. ബാക്കി CH2 ഇവിടെ എല്ലാം അങ്ങനെ തന്നെയാണ്. CH2 ലാസ്റ്റ് CH3. അപ്പൊ ഇതിൽ 5 കാർബണാണുള്ളത്. 5 കാർബൺ 1 2 3 4 5 5 കാർബൺ വരുമ്പോൾ പെന്റ് സിംഗിൾ ബോണ്ടഡ് ആയതുകൊണ്ട് ANE പെൻറ്റെയിൻ എഴുതി. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ മോളിക്കുലാർ ഫോർമുല നമുക്ക് എഴുതി നോക്കാം. മോളിക്കുലാർ ഫോർമുല എഴുതാൻ വേണ്ടി കാർബണിന്റെ എണ്ണം എടുക്കാം. 1 2 3 4 5 C5. ഹൈഡ്രജൻ ആദ്യം 3 2 5 2 7 9 12 C5H12. ഇതാണ് പെൻറ്റെയിന്റെ മോളിക്കുലാർ ഫോർമുല. ഇനി അടുത്ത് ചെയിൻ ഐസോമർസം എഴുതാൻ എളുപ്പമാണ്. നിങ്ങൾ ഈ പെൻറ്റെയിന്റെ ഒരു ചെയിൻ ഐസോമർ എഴുതുക. അതായത് പെൻറ്റെയിനെ പോലെ മോളിക്കുലാർ ഫോർമുലയുള്ള മറ്റൊരു കോമ്പൗണ്ട് എഴുതുക. പക്ഷേ ഇതേ സ്ട്രക്ചർ ആയിരിക്കാൻ പാടില്ല, ഇതേ ചെയിനിൽ വ്യത്യാസം പറയണം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൽ ഒരു കാർബണിനെ നമുക്ക് ഇതിനെ ബ്രാഞ്ച് ആയിട്ട് കൊടുക്കാം. ഞാനൊരു കാര്യം ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒരു കാർബൺ എടുത്ത് മറ്റൊരു കാർബണിന്റെ ബ്രാഞ്ച് ആയി കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ നോക്കും, CH3. ഞാൻ ഈ ഒരു 3ാമത്തെ കാർബണിലാണ് ഞാനിവിടെ ബ്രാഞ്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. CH2. ഇപ്പം ഇവിടെ CH2 ആണ് ഇവിടെ വരുന്നത്. ഇപ്പം താഴേക്കൊരു ബോണ്ട് വരുന്നത് കൊണ്ട് ഇവിടെ CH വരും. കാരണം ഈ കണ്ടോ, ഈ കാർബണിന് 3 വാലൻസി ആയി കഴിഞ്ഞു. പിന്നെ ഒരു വാലൻസി ഇവിടെ ഉള്ളൂ, അതിൽ ഒരു ഹൈഡ്രജൻ. അപ്പോൾ CH2 മാറി ഇവിടെ CH ആവും. കാരണം താഴേക്ക് ആ വാലൻസി പോയി. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ നമ്മൾ താഴേക്ക് ഒരു ബ്രാഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് ടോട്ടലായിട്ട് 5 കാർബണേ പാടുള്ളൂ. മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കണം. ഇപ്പം ഇവിടെ 1 2 3 ആയി. അപ്പൊ ഇവിടെ താഴേക്കൊരു ബ്രാഞ്ച് ഞാൻ കൊടുക്കുകയാണ്. CH3 കൊടുത്തു. അപ്പോൾ 1 2 3 4 ആയി. ഇനി ഒരു കാർബൺ കൂടെ ബാക്കിയുള്ളൂ. ആ കാർബണിന് ഞാൻ അപ്പുറത്ത് കൊടുത്തു, CH3. ഇത് എൻഡിങ്ങിലായതുകൊണ്ട് കാർബണിന് ഒരു വാലൻസി ഇപ്പുറത്ത് വന്നുള്ളൂ. 3 അടുത്ത് ഹൈഡ്രജൻ കൊടുത്തു, CH3. ഇവിടെ ബ്രാഞ്ച് ആയിട്ട് താഴേക്ക് വന്നപ്പോഴും ഈ കാർബണിന് ഒരു വാലൻസി മാത്രമേ മുകളിൽ പോയുള്ളൂ, 3 വാലൻസി ഫ്രീ ആണ്. അതുകൊണ്ടാണ് ഇവിടെയും CH3 വന്നത്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ എഴുതുക. അപ്പൊ എങ്ങനെയാണ് ഒരു ബ്രാഞ്ച് ആയിട്ട് താഴേക്ക് വരുമ്പോൾ ഹൈഡ്രജൻ എണ്ണം കുറയുകയും ഇവിടെ കൂടുകയും ചെയ്തത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം. എങ്കിൽ മാത്രമേ അവിടെ ഹൈഡ്രജൻ എണ്ണമൊക്കെ നമുക്ക് കൂട്ടുമ്പോൾ ഈക്വൽ ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ചെയിൻ ഐസോമർ എഴുതുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ചെയിൻ എഴുതുക. അതിൽ എത്ര കാർബൺ ഉണ്ടെന്ന് എണ്ണുക. എണ്ണിയിട്ട് അതേ കാർബൺ വരുന്ന രീതിയിൽ ബ്രാഞ്ചുള്ളൊരു ഹൈഡ്രോ കാർബൺ എഴുതുക. അപ്പൊ ബ്രാഞ്ചിലേക്ക് ഒരു കാർബൺ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കാർബൺ സ്ട്രെയിറ്റ് ചെയിനിൽ കുറയ്ക്കണമെന്നുള്ള ഒരു വിവേകം, ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇതിന്റെ ഐസോമർ കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റൂ. അപ്പൊ സ്ട്രെയിറ്റ് ചെയിനിൽ 4ഉം ബ്രാഞ്ചിൽ ഒരു കാർബണും, ടോട്ടൽ 5 തന്നെ വരും. ഇനി എണ്ണി നോക്കാം. നമുക്ക് മോളിക്കുലാർ ഫോർമുല സെയിം ആവോ നോക്കാം. 1 2 3 4 5 C5. ഹൈഡ്രജൻ എണ്ണം 3 3 2 5 5 1 6 6 3 9 9 3 12 H2. കണ്ടോ, രണ്ടിന്റെയും മോളിക്കുലാർ ഫോർമുല സെയിം ആയിട്ട് വന്നു.
പക്ഷേ നോക്കൂ, ചെയിനിൽ വേരിയേഷൻ വന്നില്ലേ? ഇത് സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് കിട്ടിയതാണ്. ഇത് വന്നിട്ട് അങ്ങനെയല്ല, ഒരു ബ്രാഞ്ച് ഇടുന്നു. ഇതിന്റെ പേര് വ്യത്യാസമുണ്ട്. നമുക്ക് നെയിമിങ് ചെയ്യാം. 1 2 3 ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരുമ്പോൾ 3 ആണ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വരുമ്പോൾ 2. അപ്പൊ ലീസ്റ്റ് നമ്പർ എടുക്കാം. 2 ആണ് എടുക്കേണ്ടത്. 2 ബ്രാഞ്ചിന്റെ പേര് എഴുതുക. ബ്രാഞ്ചിൽ ഒരു കാർബൺ മാത്രമേ ഉള്ളൂ. ഇപ്പം മീത് ബ്രാഞ്ചിന്റെ നമ്മൾ പേരെഴുതുമ്പോൾ YL ചേർക്കണം. മീതൈ ലോങ് ചെയിൻ്റെ പേര് 4 കാർബൺ ബ്യൂട്ട് സിംഗിൾ ബോണ്ട് ANE 2 മീഥൈൽ ബ്യൂട്ടൻ. പേരിലും വ്യത്യാസമാണ്. ഇതാണ് ചെയിൻ ഐസോമർസം എന്ന് പറയുന്നത്. ഇതുപോലെ ഏത് കോമ്പൗണ്ട് തന്നാലും നിങ്ങൾക്ക് അതിന്റെ ഐസോമർ എഴുതാൻ പറ്റും, ചെയിൻ ഐസോമർ എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇത്രമാത്രം ചിന്തിക്കുക. ഇപ്പൊ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു സ്ട്രെയിറ്റ് ചെയിനിന്റെ ഒരു കോമ്പൗണ്ട് തന്നിട്ട് ഇപ്പോൾ ഒക്ടീൻ തന്നു, 8 കാർബണുള്ള ഒക്ടീൻ തന്നു. ഇത് നിങ്ങൾ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് തരികയാണ്. റൈറ്റ് എ ചെയിൻ ഐസോമർ ഓഫ് എബവ് മെൻഷൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്. മുകളിൽ പറഞ്ഞിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ചെയിൻ ഐസോമർ എഴുതുക. അപ്പൊ നിങ്ങൾ മനസ്സിൽ കരുതേണ്ട 8 കാർബൺ അതിനുള്ളിലുണ്ട്. ഇപ്പൊ 8 കാർബൺ തന്നെ നമ്മൾ എഴുതുന്ന ചെയിൻ ഐസോമറിനും വരണം. അതിൽ ഒരു കാർബൺ നിങ്ങൾ ബ്രാഞ്ച് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ബാക്കി 7 കാർബണെ സ്ട്രെയിറ്റ് ചെയിനിൽ വരാവൂ. ഈ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ അതിന്റെ ഐസോമർ എഴുതാൻ. ഇത്രയേ ഉള്ളൂ ചെയിൻ ഐസോമർ. ചെയിൻ ഐസോമറിസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. നിങ്ങളൊരു എക്സാമ്പിളൂടെ എഴുതി നോക്കുക. നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊരു എക്സാമ്പിൾ സ്വന്തമായിട്ട് എഴുതി നോക്കുക. ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. രണ്ടാമത്തെ ഐസോമറാണ് പൊസിഷൻ ഐസോമറിസം. രണ്ടാമത്തെ ഐസോമറിസം പൊസിഷൻ ഐസോമറിസം. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നതാണ്. നിങ്ങൾ ഒരു സ്ട്രെയിറ്റ് ചെയിൻ എഴുതി, അതിനുള്ളിൽ ഹൈഡ്രോ കാർബൺ മാത്രമായിരുന്നു, കാർബണും ഹൈഡ്രോജൻ ചേർന്ന ഒരു കോമ്പൗണ്ടാണ് എഴുതിയത്. അതിന് ബ്രാഞ്ച് ആയിട്ട് മറ്റൊരു ഐസോമർ എഴുതി. ഇവിടെ പൊസിഷൻ ഐസോമറിസം വരുമ്പോൾ നമ്മളതിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് കൂടെ ഉൾപ്പെടുത്തണം. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് OH ഗ്രൂപ്പ് ഊച്ച്, പിന്നെ അതുപോലെ തന്നെ ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്, COOH ഗ്രൂപ്പ് കൂച്ച് ഗ്രൂപ്പ്, പിന്നെ അതുപോലെ ഹാലോ ഗ്രൂപ്പുകളുണ്ട്, Cl ഗ്രൂപ്പ്, Br, ഫ്ലോറിൻ, അയഡിൻ. അങ്ങനെ ഏതെങ്കിലും ഫങ്ഷണൽ ഗ്രൂപ്പ് കൂടെ ഉൾപ്പെടുത്തിയിട്ട് ആ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറ്റിയിടണം. അങ്ങനെ പൊസിഷൻ മാറി വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പുകൾ നിങ്ങൾ ഓർക്കണം. OH ഗ്രൂപ്പ്, ഞാൻ പറഞ്ഞില്ല OH ഗ്രൂപ്പ്, OH ഗ്രൂപ്പിന്റെ ഫങ്ഷൻ പൊസിഷൻ മാറും. കാരണം അത് ഏതൊരു ഒരു കാർബൺ ചെയിൻ എഴുതി കഴിഞ്ഞാൽ, ഹൈഡ്രോ കാർബണിന്റെ ഒരു ചെയിൻ എഴുതി കഴിഞ്ഞാൽ ഏത് കാർബണിൽ വേണമെങ്കിലും നമുക്ക് OH ഗ്രൂപ്പ് എഴുതാം, OH ഗ്രൂപ്പ് എഴുതാം. അതുപോലെ തന്നെ ക്ലോറിൻ, ബ്രോമിൻ, നമ്മുടെ ഹാലോ ഗ്രൂപ്പുകൾ, ഹാലോ ഗ്രൂപ്പിലെല്ലാം തന്നെ ക്ലോറിൻ ആയാലും ബ്രോമിൻ ആയാലും അയഡിൻ ആയാലും ഫ്ലൂറിൻ ആയാലും അവരുടെ പൊസിഷൻ നമുക്ക് മാറ്റി എഴുതാം. NO2 ഗ്രൂപ്പ് എഴുതാം, NH2 എഴുതാം. അപ്പൊ ഇവർക്കെല്ലാം നമുക്ക് പൊസിഷൻ മാറ്റി എഴുതാവുന്നതാണ്, വേറെ പ്രശ്നമില്ല. പക്ഷെ COOH അതുപോലെ തന്നെ CHO ആൽഡിഹൈഡ് ഗ്രൂപ്പ്, COOH കൂച്ച് ഗ്രൂപ്പ്, ഇവരുടെയൊന്നും പൊസിഷൻ നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് OH ഗ്രൂപ്പ് വെച്ച് ഞാനൊരു എക്സാമ്പിൾ എഴുതി കാണിക്കാം. ഇതെവിടെ നോക്കി, CH3, CH2, CH2, CH2. ഇവിടെ CH3 എഴുതി നമുക്ക് നിർത്താം. പക്ഷെ ഞാനിവിടെ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ആഡ് ചെയ്യുകയാണ്. അപ്പൊ അത് നോമൻ ക്ലേച്ചറിൽ നമ്മൾ പഠിക്കും അതെങ്ങനെ ആഡ് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ. ഇപ്പൊ ഇവിടെ CH3 വരേണ്ടതായിരുന്നു, ഞാൻ അവിടെ നിന്ന് ഒരു ഹൈഡ്രജനെ മാറ്റി OH. OH എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സിൽ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഇതിന്റെ സഫിക്സ് നെയിമും പ്രിഫിക്സ് നെയിം എന്ന് പറഞ്ഞ് 2 തരത്തിലുള്ള നെയിമിങ് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, OH മാത്രമേ ഉള്ളൂ. ഇവിടെ സഫിക്സ് നെയിമാണ് വരുന്നത്. OL എന്നാണ് അതിന്റെ നോമൻ ക്ലേച്ചർ വരുന്നത്. സഫിക്സ് പ്രിഫിക്സ് നോമൻ ക്ലേച്ചർ ഒന്നും നമുക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കാനില്ല. അതുകൊണ്ട് ആ കുട്ടികൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുക. പക്ഷേ +1 നമുക്ക് ഈ സഫിക്സ് പ്രിഫിക്സ് നെയിം നോമൻ ക്ലേച്ചർ ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ OHന് വരുന്നത് ഓൾ എന്നാണ് നമ്മൾ നോമൻ ക്ലേച്ചറിൽ കൊടുക്കുക, ഓൾ. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന്റെ പേര് വരുമ്പോൾ 4 കാർബണുള്ള 1 2 3 4 4 വരുമ്പോൾ ബ്യൂട്ട് എന്നാണ് പേര്. അതിന്റെ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ബ്യൂട്ടൻ AN. പിന്നെ അവസരം എഴുതരുത്, എഴുതുന്നതിന് പകരം OHന്റെ പേര് കൊടുക്കുക, ഓൾ, ബ്യൂട്ടനോൾ. ഇതിന്റെ OHന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ OHന്റെ പൊസിഷൻ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്ന് നമ്പർ ഇടുമ്പോൾ ലീസ്റ്റ് ആണ് എടുക്കേണ്ടത്. റൈറ്റിൽ നിന്ന് നമ്പർ ഇടുമ്പോൾ 1ാമത്തെ കാർബണിൽ തന്നെ OH വരും. അപ്പോൾ 1 എന്നാണ് നമ്പർ വരിക. അപ്പോൾ 1 ആയതുകൊണ്ടാണ് ഞാനിവിടെ നമ്പർ ഇടാത്തത്. അല്ല എന്നുണ്ടെങ്കിൽ ബ്യൂട്ടൻ 1 ഓൾ എന്നാണ് ഇതിനെ എഴുതുക. അപ്പോൾ 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഇതിന്റെ നമുക്ക് മോളിക്കുലാർ ഫോർമുല നോക്കണം. ഐസോമർസത്തിൽ ഏറ്റവും പ്രധാനം മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കണമെന്നാണല്ലോ. അപ്പോൾ മോളിക്കുലാർ ഫോർമുലയാണ് 1 2 3 4. 4 ആണ്, 4 കാർബണാണുള്ളത്. അതാണ് ബ്യൂട്ട് തന്നെ. ഹൈഡ്രജൻ എത്രയാണ് നോക്കാം, 3 3 2 5 7 9. OHൽ ഒരു ഹൈഡ്രജൻ 10. ഓക്സിജൻ ഒരു ഓക്സിജൻ കൂടെയുണ്ട്. അപ്പൊ C4H10O
ഇനി ഞാൻ ഈ OHന്റെ പൊസിഷൻ മാറ്റിയിട്ട് കൊടുക്കുകയാണെ. മാറ്റി ഞാനിതാ ഇവിടെ നിന്ന് രണ്ടാമത്തെ കാർബണിൽ OHന്റെ പൊസിഷൻ ഇടുകയാണ്, CH3. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താഴേക്ക് ഒരു ബ്രാഞ്ച് വരുമ്പോൾ ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജന്റെ എണ്ണം കുറയും. CH2 മാറി CH ആവും, താഴെ OH, CH2. അപ്പോൾ ഇവിടുത്തെ ബ്രാഞ്ച് മാറിയത് കൊണ്ട് ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജന്റെ എണ്ണം കൂടും, CH3. ഇതാണ് നമ്മുടെ ബ്രാഞ്ച്ഡ് ആയിട്ട് OH വരുമ്പോൾ അതിന്റെ സ്ട്രക്ചർ കാണാൻ വ്യത്യാസമാണ്. അതാണ് ഈ സ്ട്രക്ചറൽ ഐസോമർസത്തിനകത്ത് വരുന്നത്. ഇതിന്റെ സ്ട്രക്ചർ വ്യത്യാസമായി. ഇപ്പൊ ഇതിന്റെ പേരെങ്ങനെ എഴുതുക? രണ്ടാമത്തെ കാർബണിലാണ് വരുന്നത്. അപ്പോൾ ബ്യൂട്ട് തന്നെയാണ്, 4 കാർബൺ തന്നെയാണ്. ബ്യൂട്ടൻ 2 ഓൾ. കണ്ടോ, പേര് മാറി. ഇത് 1 ഓൾ ആയിരുന്നു, 2 ഓൾ. പേര് വ്യത്യാസം വന്നു, അതിന്റെ സ്ട്രക്ചർ വ്യത്യാസം വന്നു. കാരണം എങ്ങനെയാ സ്ട്രക്ചർ വ്യത്യാസം വന്നേ? OHന്റെ പൊസിഷൻ മാറിയത് കൊണ്ട്. അതാണ് പൊസിഷൻ ഐസോമർസം. അപ്പൊ ഇതിന്റെ ഫോർമുല എഴുതി നോക്കാം. സെയിം ആണോ നോക്കാം. C4 ഉള്ളൂ, C4. HN നോക്കിയാൽ 3 1 4 4 1 5 5 2 7 3 10. ഒരു ഓക്സിജൻ O, C4H10O. സെയിം ആയിട്ട്. അപ്പൊ ഇതേ OH വെച്ച് തന്നെ ഞാനിവിടെ എഴുതിയ പോലെ തന്നെ നിങ്ങൾ ക്ലോറിൻ വെച്ച് എഴുതി നോക്കാം, ബ്രോമിൻ വെച്ച് എഴുതി നോക്കാം, അയഡിനോ ഫ്ലൂറിനോ ഏത് വെച്ച് എഴുതി നോക്കിയാലും ഇതുപോലെ പൊസിഷൻ മാറ്റി നമുക്ക് എഴുതി ഈ നമ്മുടെ പൊസിഷൻ ഐസോമർസത്തിന്റെ എക്സാമ്പിൾ നമുക്ക് എഴുതി കാണിക്കാം. ഇതേപോലെ 2 കോമ്പൗണ്ട് കമ്പയർ ചെയ്ത് എഴുതുന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, പൊസിഷൻ ഐസോമർസം. ഇനി നമുക്ക് ഇത് നിങ്ങൾക്ക് മനസ്സിലായി നോക്കി. ഇതിന്റെയും ക്ലോറിൻ വെച്ചുള്ള ഒരു എക്സാമ്പിൾ, അല്ലെ ഏതെങ്കിലും ഒരു ഹാലോ കോമ്പൗണ്ട് വെച്ചുള്ള ഒരു എക്സാമ്പിൾ നിങ്ങളൊന്ന് എഴുതി നോക്കുക, ബുക്കിൽ എഴുതി നോക്കുക. എന്നിട്ട് ഇതിന്റെ നെയിമൊക്കെ എഴുതി വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനിലേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകുന്നത് സ്ട്രക്ചറൽ ഐസോമർസത്തിലെ മൂന്നാമത്തെ ടൈപ്പാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർസം. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർസം എന്ന് പറയുമ്പോൾ ലേശം കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ്. നമ്മളപ്പോൾ ഓർക്കണം, രണ്ടാമത്തെ സെക്ഷൻ പൊസിഷൻ ഐസോമർസം പറഞ്ഞപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് അതിൽ വന്നിരുന്നു. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറിയതാണ്, അല്ലെ, സ്ഥാനം മാറി വന്നതാണ്. ഇവിടെ 2 കോമ്പൗണ്ടുകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിലും 2 ഡിഫറന്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും. 2 കോമ്പൗണ്ടിലും ഡിഫറന്റ് ആയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും. ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറന്റ് ആയിരുന്നാൽ അതിന്റെ പേരെഴുതുന്ന രീതിയും നോമൻക്ലേച്ചർ കംപ്ലീറ്റ് മാറുമല്ലോ. ഇപ്പൊ പേരെല്ലാം വ്യത്യാസമായിരിക്കും, അവനെ കാണാനും വ്യത്യാസമായിരിക്കും, എല്ലാം വ്യത്യാസമായിരിക്കും. പക്ഷെ അവിടെയും അവരുടെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിന് ഐസോമർസം എന്ന് പറയുന്നത്. നോക്കാം, നമുക്ക് ആൽക്കഹോളും ആൽക്കോക്സി ഗ്രൂപ്പായ ഈതറും തമ്മിൽ കമ്പയർ ചെയ്യാം. അപ്പൊ ആരൊക്കെ തമ്മിലാണ് നമ്മളിപ്പോ കമ്പയർ ചെയ്യുന്നത്? ആൽക്കഹോൾ ആൻഡ് ഈതർ. അതേപോലെ തന്നെ നമുക്ക് ആൽഡിഹൈഡ്, കീറ്റോൺ. ആൽക്കഹോൾ വരുമ്പോൾ ഉച്ച് ഗ്രൂപ്പാണ്, നിങ്ങൾ നേരത്തെ പറഞ്ഞു. ഈതർ വരുമ്പോൾ O ഗ്രൂപ്പാണ്. അതുപോലെ ആൽഡിഹൈഡ് വരുമ്പോൾ CHO, കീറ്റോൺ വരുമ്പോൾ CO ഗ്രൂപ്പ്. അപ്പോൾ ആൽക്കഹോളും ഈതറും തമ്മിൽ നമുക്ക് ഇതേപോലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർസം എഴുതാം. ആൽഡിഹൈഡും കീറ്റോണും തമ്മിൽ നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർസം എഴുതാം. ഇവർ തമ്മിൽ പരസ്പരം എഴുതാവും. ഇവർ തമ്മിലൊന്നും കോംപ്ലിക്കേറ്റഡ് ആയി പോകരുത്. ആൽക്കഹോളും ഈതറും തമ്മിൽ മാത്രമേ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർസം എഴുതാൻ പറ്റൂ. അതേപോലെ വേറൊരു എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ ആൽഡിഹൈഡും കീറ്റോണും തമ്മിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർസം എഴുതാം. ഞാനിവിടെ ആൽക്കഹോളും ഈതറും തമ്മിലുള്ള ഒരു എക്സാമ്പിൾ എഴുതി കാണിക്കാം. നോക്കാം. ആൽക്കഹോൾ നേരത്തെ എഴുതി ആൽക്കഹോൾ തന്നെ എഴുതാം. നമുക്ക് 5 കാർബൺ ഉള്ള ആൽക്കഹോൾ എഴുതാം. CH3, CH2, CH2, CH2 4ആയി. 5ാമത്തെ കാർബൺ എഴുതുന്നു. CH3 എഴുതാതെ അവസാനം CH2 എഴുതിയിട്ട് OH. ഇതിന്റെ പേര് 5 കാർബൺ പെന്റാണ്, പെന്റനോൾ. കാർബണിന്റെ എണ്ണം എഴുതാം C. 1 2 3 4 5 ആണ്. പെന്റ് വരുമ്പോൾ 5 ആണ്. ഹൈഡ്രജൻ 3 3 2 5 2 7 7 2 9 11 12. ഒരു ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഇതാണ് പെന്റനോൾ എന്ന് പറയുന്ന ആൽക്കഹോൾ, നമ്മുടെ ഹൈഡ്രോക്സി ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന ഒരു ഗ്രൂപ്പ് എഴുതി. ഇനി അടുത്ത് ഈ OHന് പകരം നമ്മൾ ഈതർ എഴുതാൻ പോവുകയാണ്. O ഗ്രൂപ്പ്. ആൽക്കോക്സി ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്, ആൽക്കോക്സി ആണ്. അപ്പോൾ ഈതറിന്റെ ആൽക്കോക്സി ഫങ്ഷണൽ ഗ്രൂപ്പ് വെച്ച് പുതിയൊരു കോമ്പൗണ്ട്. അപ്പൊ നമ്മൾ ഓർക്കുക, 5 കാർബൺ വരണം. 5 കാർബൺ വന്നാലേ ഐസോമർസം ആവും. അപ്പൊ 5 കാർബൺ വരുന്നതിന്റെ ഇടയിലാണ് ഈ 5 കാർബൺ ഇങ്ങനെ നിരത്തി നമ്മൾ സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് എഴുതുന്നതിന്റെ ഉള്ളിലാണ്, ഇടയിലാണ് O വരേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ഈതർ എഴുതുക. അപ്പോൾ ഞാനിവിടെ എഴുതുകയാണ് CH3, CH2. ഇനി ഞാൻ O എഴുതുകയാണ്. O ഫങ്ഷൻ ഗ്രൂപ്പ് O കണ്ടല്ലോ, ഇതിന്റെ ഇടയിലായിട്ടാണ് വരിക. ഇനി ബാക്കി 3 കാർബൺ കൂടെ എഴുതാറുണ്ട്. ബാക്കിയുള്ള 3 കാർബൺ ഞാൻ എഴുതുന്നു. CH2, CH2, CH3. 5 എണ്ണം എഴുതും. ഇതിൽ 5 കാർബൺ ഉണ്ട്, എണ്ണിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
ഇതിന്റെ പേര് എങ്ങനെ എഴുതാം? ഈതറിന്റെ പേര് നിങ്ങൾക്ക് എഴുതാൻ അറിയാം. ഈ O വരുന്നതിന്റെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ആയിട്ട് നമ്മൾ തിരിക്കുന്നു. ഏറ്റവും ചെറിയ സൈഡ് ഏതെന്ന് നോക്കുക. ചെറിയ സൈഡ് എന്ന് പറഞ്ഞാൽ കാർബണിന്റെ എണ്ണം കുറച്ചുള്ളത്. കാർബണിന്റെ എണ്ണം കുറച്ച് ലെഫ്റ്റ് സൈഡാണ്, 2 കാർബൺ ആണ്. അതിന്റെ കൂടെ ഓക്സി ചേർക്കണം. ഓക്സി നെയിമിങ് അങ്ങനെ വരിക. അപ്പൊ 2 കാർബൺ വരുമ്പോൾ ഈത് പേര് വരുമ്പോൾ ഈത്തോക്സി. ഇനി ഓക്സിന്റെ വലത് സൈഡ് വരുമ്പോൾ 3 കാർബൺ വരും. 1 2 3. 3 കാർബൺ വരുമ്പോൾ പ്രൊപ്പ് എന്നാണ് പേര്. പ്രൊപ്പ് അത് സിംഗിൾ ബോണ്ടർ ആയിട്ട് ആൽക്കൈന്റെ നെയിമിങ് നോർമലി പ്രൊപ്പൈൻ. ഇപ്പൊ ഇത് എഴുതുമ്പോൾ തന്നെ മനസ്സിലായി ഇത് ആൽക്കഹോൾ ആണ്, ഇത് ആൽക്കോക്സി ആണ്. പേരിലെല്ലാം വ്യത്യാസമാണ്, കാണാനും വ്യത്യാസമാണ്, ചെയിനെല്ലാം വ്യത്യാസമാണ്. പക്ഷേ മോളിക്കുലർ ഫോർമുല എഴുതി നോക്കാം. C5 1 2 3 4 5. C5 ആണ്. ഹൈഡ്രജൻ എണ്ണി നോക്കൂ. 3 3 2 5 5 2 7 7 2 9 3 12. ഹൈഡ്രജൻ 12. ഒരു ഓക്സിജൻ ഉണ്ട്. ഓ സെയിം മോളിക്കുലർ ഫോർമുല സെയിം ആയിട്ട് കിട്ടി. ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം. ഇതിപ്പോ ഞാൻ പെന്റനോൾ എഴുതി 5 കാർബണുള്ള എഴുതി, നിങ്ങൾക്ക് 10 7 8 ഇഷ്ടമുള്ള കാർബൺ എഴുതി ഇതേപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. വേറെ കുഴപ്പമില്ല. നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ വരുന്ന രീതി അനുസരിച്ച് നിങ്ങൾ എഴുതി. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു കോമ്പൗണ്ട് തന്നിട്ടായിരിക്കും അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർ എഴുതാൻ പറയുക. അപ്പൊ അതിനനുസരിച്ച് എഴുതേണ്ടി വരും. ഇതേപോലെ ഒരു ആൽഡിഹൈഡും കീറ്റോണുള്ള ആൽഡിഹൈഡ് CHO ഗ്രൂപ്പാണ്. CHO ഗ്രൂപ്പ് എപ്പോഴും ലാസ്റ്റേ വരാറുള്ളൂ. CO ഗ്രൂപ്പ് ഇതുപോലെ ഇടയിൽ എവിടെയെങ്കിലും വരാം. അപ്പൊ ഇവർ രണ്ടുപേരുമുള്ള ഒരു എക്സാമ്പിൾ നിങ്ങൾ എഴുതി നോക്കുക, ഇതേപോലെ എഴുതി നോക്കുക. അപ്പൊ ഇതാണ് മൂന്നാമത്തെ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർസം എന്ന് പറയുന്നത്. ചെയിൻ ഐസോമർസത്തിലെ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ചെയിൻ ഐസോമർസം കഴിഞ്ഞിട്ട് നമ്മൾ പൊസിഷൻ ഐസോമർസം പഠിച്ചു, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർസം പഠിച്ചു. ഇത് മൂന്നും സ്ട്രക്ചറൽ ഐസോമർസത്തിൽ പഠിച്ചതാണ്. ഇത് മൂന്നുമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് SLCക്ക് അകത്ത് പഠിക്കാനുള്ളത്. പക്ഷെ +1 വരുമ്പോൾ നമ്മൾ സ്ട്രക്ചറൽ ഐസോമർസത്തിനകത്ത് മെറ്റാമറിസം എന്ന് പറയുന്ന ഒരു ഐസോമർസം കൂടെ പഠിക്കും. യഥാർത്ഥത്തിൽ സ്ട്രക്ചറൽ ഐസോമർസത്തിൽ ഇനിയും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതൊക്കെ ഡിഗ്രി ക്ലാസ്സുകളിലാണ് നിങ്ങൾ പഠിക്കുക. അതിനെക്കുറിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ +1 ഡിസ്കസ് ചെയ്യുന്ന മെറ്റാമറിസം കൂടെ നമ്മളിവിടെ ഇപ്പോൾ പറയുന്നുണ്ട്. സ്ട്രക്ചറൽ ഐസോമർസത്തിനകത്ത് 4ാമത്തെ കാറ്റഗറി, 4ാമത്തെ ക്ലാസിഫിക്കേഷനായ മെറ്റാമറിസം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊസിഷൻ മാറി വരുന്നതാണ്. പക്ഷെ അത് ഉള്ളിൽ തന്നെ ഫങ്ഷണൽ ഗ്രൂപ്പ് സ്പെസിഫൈ ചെയ്യുന്ന കോമ്പൗണ്ടുകൾ. ഉദാഹരണത്തിന് നേരത്തെ ഞാൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർസത്തിനകത്ത് പറഞ്ഞ ആൽക്കോക്സി ഗ്രൂപ്പ്, ഇനി അതേപോലെ തന്നെ കീറ്റോൺ ഗ്രൂപ്പ് CO ഗ്രൂപ്പും അതുപോലെ പൊസിഷനുള്ളിൽ തന്നെ മാറുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള ഏതെങ്കിലും കോമ്പൗണ്ടുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മെറ്റാമറിസം എന്ന് പറയുന്ന നമ്മുടെ ഐസോമറിസം എക്സാമ്പിൾ ആയിട്ട് എഴുതി കാണിക്കാൻ പറ്റും. അപ്പൊ ഞാൻ അങ്ങനെ ഒരു എക്സാമ്പിൾ എഴുതി കാണിക്കാൻ പോവുകയാണ്. നമുക്കൊരു 6 കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ട് എടുക്കാം. 6 കാർബൺ. അപ്പൊ ഹെക്സ് ആണ് 6 കാർബൺ വരിക. അപ്പൊ ഹെക്സ് വരുന്ന അല്ലെങ്കിൽ 6 കാർബൺ 6 ഹൈഡ്രോ കാർബൺ 6 കാർബണിനുള്ളിൽ വരുന്ന ഒരു കോമ്പൗണ്ട്, 6 കാർബൺ ആയിട്ട് വരുന്ന ഒരു കോമ്പൗണ്ട് ഞാനിപ്പോൾ എഴുതിയിട്ട് അതിനുള്ളിൽ ഞാൻ ആൽക്കോക്സി ഗ്രൂപ്പ് എഴുതി അതിൻ്റെ മറ്റൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എഴുതിയിട്ട് ഞാനത് തെളിയിച്ച് കാണിച്ചു തരാം. CH3 CH2O. ഞാൻ നേരത്തെ പറഞ്ഞ ആൽക്കോക്സിയുടെ O ഞാനിവിടെ സെൻട്രലിൽ കൊടുത്തിട്ടുണ്ട്. CH2 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 CH3. അപ്പൊ ഇതില് പ്രത്യേകത എന്ന് പറഞ്ഞാല് നേരത്തെ നമ്മൾ നെയിമിങ് ചെയ്തതിൽ പറഞ്ഞതുപോലെ ഓക്സിജന്റെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ആയിട്ട് ഞാൻ തിരിച്ചു. നമ്മൾ നേരത്തെ നെയിമിങ് ചെയ്തതാണ്. അപ്പൊ ലെഫ്റ്റ് സൈഡിന്റെ കൂടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നോക്കുക. ചെറുത് എവിടെ നോക്കുക, ഏറ്റവും കുറവ് കാർബൺ ഉള്ളത് എവിടെ നോക്കുക, അതിന്റെ കൂടെ ഓക്സി ചേർക്കണം. അപ്പൊ ഇവിടെയാണ് കുറവ് കാർബൺ ഉള്ള 2 കാർബൺ, 2 വരുമ്പോൾ ഈതാണ്. ഈത് അതിന്റെ കൂടെ ഓക്സി ചേർക്കുക, ഈതോക്സി. ബാക്കി 4 കാർബൺ ഉണ്ട്, ബ്യൂട്ടാണ് പേര്. അപ്പൊ അതിന്റെ കൂടെ എയിന് ചേർക്കുക, ബ്യൂട്ടൈൻ. ഈതോക്സി ബ്യൂട്ടൈൻ. ഓക്സിജന്റെ പൊസിഷൻ നിങ്ങൾ നോക്കുക. 2 കാർബൺ കഴിഞ്ഞിട്ടാണ് ഓക്സിജന്റെ പൊസിഷൻ വന്നത്. അതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ പേര് എഴുതിയത്. കാർബണിന്റെ എണ്ണം നമ്മൾ എഴുതണം. കാരണം നമുക്ക് മോളിക്കുലർ ഫോർമുല അത്യാവശ്യമായിട്ട് എഴുതേണ്ട കാര്യമാണ്. കാരണം 2 കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല ആണല്ലോ സെയിം ആണെന്ന് തെളിയിക്കേണ്ടത്. അപ്പോൾ C6 ഹൈഡ്രജൻ എണ്ണുക 3 3 2 5 5 2 7 7 9 11 14 ഓക്സിജൻ എഴുതി കഴിഞ്ഞു. ഇനി ഇതിന്റെ ഐസോമർ എഴുതാൻ പോവുകയാണ്. അപ്പൊ ഈ ഓക്സിജന്റെ പൊസിഷൻ മാറുന്നു. ഓക്സിജന്റെ പൊസിഷൻ ഞാൻ മാറ്റി 3ാമത്തെ കാർബണിന്റെ ഇടയിലാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ CH3 CH2 CH2O. ഇനി അടുത്ത് CH2 CH2 CH3. അപ്പൊ ഇതാണ് നമ്മൾ എഴുതിയ കോമ്പൗണ്ട്. അപ്പൊ ഇതിൽ 3 കാർബൺ കഴിഞ്ഞിട്ട് ഓക്സിജൻ എഴുതി, അടുത്ത് 3 കാർബൺ.
അപ്പം ഇതിൻ്റെ 2 സെക്ഷനായിട്ട് നമ്മൾ തിരിച്ചു. 2 സെക്ഷൻ തിരിച്ചപ്പോൾ രണ്ടിടവും സെയിം നമ്പറാണ്. അത് വേറെ പ്രശ്നമൊന്നുമില്ല. ഒരിടത്ത് ഓക്സി ചേർക്കുക, ഒരിടത്ത് എയിൻ ചേർക്കുക. അപ്പോൾ 3 കാർബൺ വരുമ്പോൾ പ്രൊപ്പ് എന്നാണ് പേര്, പ്രൊപ്പോക്സി. അടുത്ത് പ്രൊപ്പൈൻ. ഇപ്പൊ പേര് വ്യത്യാസമായി, കണ്ടില്ലേ? പേര് വ്യത്യാസമായി, കാണാനും വ്യത്യാസമാണ്. ഇവര് എന്തായാലും സെയിം കോമ്പൗണ്ട് അല്ല, പക്ഷേ ഇവരുടെ മോളിക്കുലാർ ഫോർമുല എഴുതാം. ഇവിടെ 6 കാർബൺ അല്ലേ, C6 ആണ്. ഹൈഡ്രജൻ 3, 2, 5, 2, 7, 9, 11, 14. ഹൈഡ്രജൻ 14, ഓക്സിജൻ സെയിം മോളിക്കുലാർ ഫോർമുല. അപ്പൊ സെയിം മോളിക്കുലാർ ഫോർമുല ആകുമ്പോൾ എന്തായാലും ഇത് ഐസോമർ ആണ്. ഇങ്ങനെ വരുന്ന ഐസോമർസത്തെ പറയുന്ന പേരാണ് മെറ്റാമെറിസം. അപ്പൊ ഈ മെറ്റാമെറിസം വരുന്ന കോമ്പൗണ്ട് ഞാൻ വേറെ പറഞ്ഞു, കീറ്റോൺ ഇങ്ങനെ എഴുതാൻ പറ്റും. CO ഫംഗ്ഷൻ ഗ്രൂപ്പ് വെച്ച് നിങ്ങൾ എഴുതി നോക്കുക. CO ഫംഗ്ഷൻ ഗ്രൂപ്പ് വെച്ച് നിങ്ങൾ ഇതേപോലെ എക്സാമ്പിൾ എഴുതി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇത്രയുമാണ് നമ്മളിവിടെ ഇന്ന് ഐസോമർസം എന്ന് പറയുന്ന പോർഷനകത്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ വീട്ടിൽ വെച്ച് എഴുതി നോക്കുക കേട്ടോ. ഞാനിപ്പോൾ ഓരോ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, അതുപോലെ നിങ്ങൾ മാക്സിമം വീട്ടിൽ വെച്ച് വർക്കൗട്ട് ചെയ്യാം എക്സാമ്പിൾസ്. ഓർഗാനിക് കെമിസ്ട്രി ഒരിക്കലും കണ്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. എത്രത്തോളം എഴുതി പഠിക്കാൻ പറ്റുമോ അത്രത്തോളം എഴുതി പഠിക്കുക. എഴുതി പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ടോ നോട്ട്ബുക്ക് എടുത്ത് വെച്ചിട്ടോ നോക്കി എഴുതുന്ന എഴുത്തല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കണ്ട് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ കാര്യം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് എക്സാമ്പിൾ എഴുതി നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അതിൻ്റെ ഉത്തരം എഴുതി നോക്കുക. തെറ്റുമായിരിക്കും, അന്ന് പ്രശ്നമില്ല. തെറ്റുമ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കിയിട്ട് വീണ്ടും സ്വന്തമായിട്ട് എഴുതുക. അപ്പം എത്രത്തോളം നിങ്ങൾ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നോ അതിനനുസരിച്ച് ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് വരും. അപ്പം നിങ്ങൾ ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഓർഗാനിക് കെമിസ്ട്രിയിൽ കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് അത് എടുത്ത് വെച്ച് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം നമ്മുടെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അത് വർക്കൗട്ടാണ് കംപ്ലീറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പക്ഷേ ഇനോർഗാനിക് സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇനോർഗാനിക് വീണ്ടും വീണ്ടും വായിക്കണം, വീണ്ടും വായിച്ച് മനസ്സിലാക്കേണ്ടത് മറക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മളെപ്പോഴും എളുപ്പം കണ്ടെത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് എഴുതി പഠിക്കാനൊക്കെ മടിച്ചിട്ടാണ് ഇനോർഗാനിക് എളുപ്പമായിട്ട് നമുക്ക് തോന്നുന്നത്, ഓർഗാനിക് പാടായിട്ട് തോന്നുന്നു. ഇനോർഗാനിക് നമ്മൾ വീണ്ടും വീണ്ടും കുത്തിയിരുന്ന് വായിച്ച് പഠിക്കും. ഇത് മെനക്കെടാൻ മടിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഉപേക്ഷിക്കും. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഓർഗാനിക് ഒന്ന് കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമാണ്. അതിൻ്റെ റിയാക്ഷൻ വരുന്നുണ്ട്. ഓർഗാനിക് കെമിസ്ട്രിയിൽ റിയാക്ഷൻസ് ഒത്തിരി വരുന്നുണ്ട്. റിയാക്ഷനൊക്കെ ആ മെക്കാനിസം മനസ്സിലാക്കുക, എങ്ങനെയാണ് അതിൻ്റെ ഹൈഡ്രജൻ്റെ ഷിഫ്റ്റിംഗ് എങ്ങനെയാണ്, അതിനകത്തുള്ള ഇലക്ട്രോൺസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, എങ്ങനെ ഈ കോമ്പൗണ്ട് ഇതിനകത്ത് ഉള്ളിൽ കയറി, ഫങ്ഷണൽ ഗ്രൂപ്പ് എങ്ങനെ മാറി, ആ കാര്യങ്ങളൊക്കെ മെക്കാനിസം ഒക്കെ മനസ്സിലായി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇൻട്രസ്റ്റ് ആയിട്ട് പഠിക്കുക, എഴുതി നോക്കി വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഐസോമെറിസം നിങ്ങൾ ഇന്ന് തന്നെ ഇതിൻ്റെ എക്സാമ്പിൾസ് എല്ലാം എഴുതി പഠിക്കുക. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവട്ടെ. നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ എങ്ങനെയാണെന്ന് നോക്കുക നിങ്ങൾ. എന്നിട്ട് നിങ്ങളുടെ ഡൗട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് കൂടെ ഒന്ന് ഇടുക. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് ഡൗട്ടുള്ള എന്തെങ്കിലും പോർഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ അടുത്ത സെക്ഷനിൽ നമ്മൾ തീർച്ചയായിട്ടും ഇടുന്നതാണ്. ഏതെങ്കിലും സബ്ജക്റ്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക.